ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ആൾക്കാർ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ശ്വാസം പിടിച്ച് നിൽക്കുക, എന്താണ് വയറ് പുറത്ത് കാണരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മിക്കവാറും ഉള്ളവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലത്തും പോവാറുണ്ട്, പല എക്സസൈസും ചെയ്ത് നോക്കാറുണ്ട്, എൻ്റെ വയറ് കുറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ വയറ് കുറയാത്തത്? എങ്ങനെ നമുക്ക് ഈ വയറ് കുറയ്ക്കാം ഇന്ന് സംസാരിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനുഷ് മോഹൻ, ഗ്യാസ്ട്രോ സർജൻ, മോഹൻ സ്കിൻ ആൻഡ് ഗ്യാസ്ട്രോ കെയർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുടവയറ് ഒരു മെയിൻ പ്രശ്നമാണ്. എല്ലാവരുടെയും പരാതിയാണ്, എൻ്റെ വയറ് കുറയുന്നില്ല, ഞാൻ ജിമ്മിൽ പോയി നോക്കി, ഞാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഡയറ്റ് ചെയ്ത് നോക്കി, എന്നിട്ടും എൻ്റെ വയറ് കുറയുന്നില്ല, ബാക്കി എല്ലാം കുറയുന്നുണ്ട്, വയറ് കുറയുന്നില്ല. ഇതാണ് പരാതി. എങ്ങനെ ഡോക്ടറെ നമുക്ക് വയറ് കുറയ്ക്കാൻ പറ്റുക? നമ്മൾ ബേസിക്കലി നമ്മൾ മൃഗങ്ങളും മനുഷ്യരെല്ലാം ഒരുപോലെ, അതായത് നമ്മൾ ചെടികളും മരങ്ങളും പോലെ അല്ല. അതായത് നമ്മൾ വെയിൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വെയിൽ കൊണ്ടോ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ നമ്മൾ തടി വെക്കില്ല. മരം ഒക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങ് വളർന്നങ്ങ് പൊയ്ക്കോളും. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ ചെയ്യുന്നതിന് തന്നെയാണ് നമ്മൾ ഫലം അനുഭവിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് കഴിക്കുന്നോ എന്ത് കുടിക്കുന്നോ അതനുസരിച്ചിരിക്കും നമ്മളെ ബോഡിയിൽ ഫാറ്റ് അഥവാ നമ്മളെ ബോഡി വെയിറ്റ് കൂടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് 99% ഓഫ് ദ കേസസും. വളരെ തുച്ഛമായ ഒരു ചെറിയ ശതമാനം, 1 to 2% മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ പോലെ ഹോർമോൺ പ്രോബ്ലംസ്, നമ്മളെ ബോഡി മറ്റ് പ്രോബ്ലംസും കാരണം മെഡിക്കൽ പ്രോബ്ലംസ് കാരണം തടി വയ്ക്കുന്നു. അതായത് തൈറോയിഡ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് കഴിച്ചാലും ഭയങ്കരമായിട്ട് തടി വയ്ക്കും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് വളരെ നേരിയ ഒരു 1 to 2% മാത്രം, 1% താഴെ. ബാക്കി 99% ആൾക്കാരും കഴിച്ചിട്ട് തന്നെയാണ് തടി വെക്കുന്നത്. അഥവാ കഴിക്കുന്നത് നമ്മളെ ബോഡിയിൽ കയറുന്നതനുസരിച്ച് നമ്മളതനുസരിച്ച് നമ്മൾ ബേൺ ചെയ്ത് കളയുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയാണ് തടി. അപ്പം അങ്ങനെയുള്ളപ്പം ആദ്യം ഫാറ്റ് അടിയുന്നത് നമ്മളെ വയറിൽ തന്നെയാണ്, ഏതൊരാളിലും. അപ്പോൾ അത് ലേഡീസ് ആയിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആദ്യം തടി വയ്ക്കുമ്പോൾ വെയിറ്റ് ഫാറ്റ് കൂടുന്നത് നമ്മളെ വയറിൽ. അത് പ്രോബ്ലി ആദ്യം അകത്തായിരിക്കാം. അപ്പം വിസറൽ ഫാറ്റ് എന്ന് പറയും, ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമായിരിക്കും ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് പുറത്ത് വരും. അതും കഴിഞ്ഞിട്ടാണ് ഈ കയ്യിലും കാലിലും തുടയിലും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ വയറിലെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഈ മിക്ക നമ്മൾ വീഡിയോസൊക്കെ നോക്കുകയോ നമ്മൾ ഇൻസ്റ്റയിൽ ഏതെങ്കിലും പോസ്റ്റൊക്കെ നോക്കുമ്പോൾ ആദ്യം കാണുന്ന വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് വയറിൻ്റെ കുറച്ച് എക്സസൈസ്, കുറച്ച് ക്രഞ്ചസ് അങ്ങനെയൊക്കെ കാണിക്കും. പക്ഷേ അങ്ങനെയല്ല. അത് നമ്മൾ ലോക്കലി ഉള്ള ഒരു ഫാറ്റിനെ മാത്രം, ഒരു ലോക്കലി ഉള്ള മസിലിനെ മാത്രം ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഈ വയറിലെ ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ മൊത്തത്തിലുള്ള ഫാറ്റ് കുറയണം. അപ്പോൾ അതിന് നമ്മൾ മൊത്തത്തിലുള്ള ഈ കാർഡിയോ എക്സസൈസ് പോലെയുള്ള ഓർ റാദർ ജോഗിങ്, റണ്ണിങ്, സ്വിമ്മിങ് ഇങ്ങനത്തെ എക്സസൈസുകൾ ചെയ്ത് നമ്മളെ ബോഡിയിലുള്ള ഫാറ്റ് ബേൺ ചെയ്താൽ മാത്രമേ വയറ് കുറയുള്ളൂ. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മളെ ഡയറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും തടി വയ്ക്കും, അത് മനസ്സിലാക്കണം. അല്ല, എന്ത് കഴിച്ചാലും. അപ്പം എന്ത് കഴിച്ചാലും തടി വയ്ക്കും. ഇപ്പോൾ ചോക്ലേറ്റ് ആയിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ഇടിയപ്പം ആയിക്കോട്ടെ, പുട്ടായിക്കോട്ടെ, എന്ത് കഴിച്ചാലും അപ്പം എല്ലാത്തിൻ്റെയും അളവ് നമ്മൾ കുറയ്ക്കും. അളവ് കുറയ്ക്കണം. കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം മെയിനായിട്ട് കഴിക്കാതിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ഫ്രീ കാലറീസ് ആണ്. ഇപ്പം ഷുഗർ ഒഴിവാക്കുക, ഓയിൽ കുറയ്ക്കുക എന്ന് പറയാനേ പറ്റുള്ളൂ. ഓയിലില്ലാതെ നമുക്കൊരു ഒരു ബുൾസൈ വല്ലതും ഉണ്ടായി കഴിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഓയിൽ കുറയ്ക്കുക, ഫ്രീ കാലറീസ് കഴിയുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഈ കോള ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ജ്യൂസൊക്കെ ഒഴിവാക്കുക. ജ്യൂസിലൊക്കെ പഞ്ചസാരയൊക്കെ ഫ്രഷ് ജ്യൂസൊക്കെ ആണെങ്കിൽ മധുരമൊക്കെ ഒഴിവാക്കുക. പിന്നെ ഓയിൽ മാക്സിമം കുറയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇന്നിപ്പോൾ 4 ദോശയാണ് കഴിച്ചതെങ്കിൽ നാളെ തൊട്ട് അത് ഒരാഴ്ചത്തേക്ക് 3, അടുത്ത ആഴ്ച 2. പിന്നെ നമുക്ക് ഒരു ദോശയും വെള്ളവും കുടിച്ച് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വിശക്കത്തില്ല. നമ്മൾ ബോഡിയെ നമ്മൾ അതനുസരിച്ച് ട്രെയിൻ ചെയ്താൽ നല്ല രീതിയിൽ നമുക്കത് കാലറി ഇൻടേക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് നല്ലപോലെ ഫില്ലിംഗ് ആയിട്ട് ഫ്രൂട്ട്സ്, ഈ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് നിർബന്ധം വരത്തുള്ളൂ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊരു മീലായിട്ട് അങ്ങ് മാറ്റാം. മീലായിട്ട് ഒരു ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഒരു കപ്പ് ഫ്രൂട്ട്സ്, ഒരു കപ്പ് വെജിറ്റബിൾസ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കപ്പ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു ദോശ കഴിച്ചിട്ട് ഒരു ചപ്പാത്തി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ കുറേ സാലഡ്സ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ
നമുക്കങ്ങ് ഫില്ലിംഗ് ആയിട്ട് അങ്ങ് ഫീൽ ചെയ്യും. പിന്നെ ഈ ഫില്ലിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 2-3 ആഴ്ചത്തെ മാത്രം, മാനസികമായി നമ്മളൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. അല്ലാതെ നമ്മൾ അത് കാരണം നമ്മളെ ബോഡി ക്ഷയിച്ചു പോവുകയോ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുകയോ അങ്ങനെയൊന്നുമില്ല. അത് ആദ്യത്തെ 1-2 ആഴ്ച നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വിഷമം കാരണം തോന്നുന്ന ക്ഷീണമാണ്. അല്ല ഞങ്ങളുടെ രാത്രി ആവുമ്പോഴത്തേക്ക് എനിക്ക് ചോറ് കഴിക്കാതെ കിടന്നാൽ എനിക്ക് തൃപ്തി വരുന്നില്ല ആൾക്കാർ. അപ്പൊ അതെല്ലാം ഈ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനം ഈ ലേറ്റ് നൈറ്റ് ഡിന്നർ, ലേറ്റ് നൈറ്റ് സ്നാക്കിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നൈറ്റ് ലൈഫ്, ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് അതായത് കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളത് ബോഡിയിലെ എനർജി ഭയങ്കരമായിട്ട് അതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിന്നർ നേരത്തെ ആക്കണം. ഒരു 7 o'clock 7:30 ഡിന്നർ കഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കത് കാലറി ഒഴിവാക്കാൻ പറ്റും. ഈ രാത്രി കഴിക്കുന്ന ആഹാരമാണ് നമുക്ക് പെട്ടെന്ന് ഈ വയറ് കൂട്ടുക അല്ലെങ്കിൽ നമ്മുടെ ശരീരം ബിൽഡപ്പ് ആവുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അത് അങ്ങനെ ശരിയാണ്, ഒരു പരിധി വരെ ശരിയാണ്. കാരണം സ്ലോ ഡൈജഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ 7:30 കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ട്രാൻസിറ്റ് ചെയ്ത് അങ്ങ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് അങ്ങ് പോകും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇൻറ്റസ്റ്റൈന് റെസ്റ്റ് കിട്ടും, കാലറിയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ബോഡിക്കും ഒരു സമയം കിട്ടും. അപ്പോൾ ഈ വയറ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർഡിയോ എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫുഡും കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. ഫുഡ് കൺട്രോൾ ചെയ്ത് കാർഡിയോ എക്സസൈസും ചെയ്ത് ഡെയിലി രാവിലെ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ റണ്ണിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ആളിന് പോലും വെയിറ്റ് കുറയില്ല എന്നുള്ള പരാതി. കാരണം ഇവർ നടക്കും, ഈ നമ്മൾ മെയിനായിട്ട് കാണുന്ന ഈ 45, 50, 55 വയസ്സായ ലേഡീസൊക്കെ അവരൊക്കെ പറയും അവരൊക്കെ നല്ല ഫാറ്റ് ഉണ്ടാവും, പാവങ്ങളാണ്, ഒന്നും കഴിക്കത്തില്ല, 1 ഇഡ്ഡലി 1 ഇഡ്ഡലിയെ രാവിലെ കഴിക്കത്തുള്ളൂ. പക്ഷെ അവർക്ക് മെയിനായിട്ട് വെയിറ്റ് കൂടി അല്ലെങ്കിൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ കാരണം അവർ ഈ 40-50 വർഷം കഴിച്ച കാലറി, അതായത് അവരുടെ ഡെലിവറി ടൈം, ഫസ്റ്റ് പ്രഗ്നൻസി, അതിന് ശേഷമുള്ള ഫീഡിങ്, പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി, അതിന് ശേഷമുള്ള ഫീഡിങ്, അത് കഴിഞ്ഞപ്പോൾ ബോഡി ഒന്ന് ക്ഷീണിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ട് ഫീഡ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് നീ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടെ പ്രഷറൈസ് ചെയ്ത് അങ്ങനെ ഒരുപാട് ആഹാരം കഴിച്ച് ആ സമയത്ത് കഴിച്ച കാലറിയും ഫാറ്റും എല്ലാം കൂടെ അടിഞ്ഞിട്ടാണ് ഈ ബോഡി ഇത്രയും ഫാറ്റായിട്ട് ഇരിക്കുന്നത്. അത് ആ സമയത്ത് അല്ലെങ്കിൽ പിന്നീടായാലും ഈ സമയത്തായാലും നല്ലപോലെ ബേൺ ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു 1/4 മണിക്കൂർ സ്ലോ ആയിട്ട് 2 പേര് ചേർന്ന് സംസാരിച്ച് ഒരു സമയം കൊല്ലാൻ വേണ്ടിയിട്ട് വെറുതെ നടന്നിട്ടും കാര്യമില്ല. അത് നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ബേൺ ചെയ്യണം, നല്ലപോലെ സ്വെറ്റ് ചെയ്യണം, നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം, നല്ലപോലെ കാലറി ബേൺ ചെയ്യണം. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്താലേ അത് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നോക്കി നമുക്ക് വയറ് കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നിൽക്കാം, മസിൽ പിടിക്കണ്ട അല്ലെങ്കിൽ ബ്രീത്ത് പിടിച്ച് വെക്കണ്ട എന്നുള്ളത്. നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബാധിക്കും ഈ ഇത്രയും ഓവർ വെയിറ്റ് ഒക്കെ ആയിരിക്കുമ്പോൾ. അതെ. മാത്രമല്ല ഏജ് ഒത്തിരി തോന്നിക്കും. അതെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക, നിങ്ങളുടെ വയറ് തീർച്ചയായും കുറയും. ഓക്കെ, അടുത്തൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.